നമസ്കാരം പ്രിയരെ. സരസകവി മൂലൂരിൻ്റെ പാദമുദ്രകൾ. അധ്യായം 13. ശിവഗിരി തീർത്ഥാടനം. അറിവിൻ്റെ തീർത്ഥാടനം എന്നറിയപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചു കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടനം തുടങ്ങിയിട്ട് 85 വർഷങ്ങൾ പിന്നിടുന്നു. ആത്മീയത അനുഭവപരമായ ഒരു സത്യമാണെന്ന് സ്വജീവിതത്തിലൂടെ പ്രകാശമാനമാക്കിയ ഒരു ഋഷീശ്വരൻ്റെ നേർമൊഴികൾ ജീവബിന്ദുവാക്കിയ ഈ തീർത്ഥാടനത്തിൻ്റെ ആശയം സരസകവി മൂലൂർ എസ് പത്മനാഭപ്പണിക്കരുടേതായിരുന്നു. സരസകവിക്ക് ശിവഗിരിയോടുള്ള ഭക്തിയും ആദരവും വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശിവഗിരി പോലൊരു പുണ്യഭൂമി വേറെ ഉണ്ടായിരുന്നില്ല. ശിവഗിരി പവിത്ര സ്ഥലമിതു ഭവാന്റെ ശവവസതി ഞങ്ങൾക്കൊരു പെരിയ കാശി, അവിടമൊരു വൈകുണ്ഠവും അറിക ഞങ്ങൾ അവനിസുരലോകം പരമഗുരുനാഥ എന്ന് അദ്ദേഹം വരികളിൽ കൂടി വെളിവാക്കിയിരുന്നു. ശിവഗിരി കുന്നിൻ്റെ മാഹാത്മ്യം പരിഗണിച്ച് ശിവഗിരിയെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കിയാൽ കൊള്ളാമെന്നുള്ള തൻ്റെ ആഗ്രഹം മൂലൂർ ഗൃഹസദസ്സുകളിൽ പറയുമായിരുന്നു. 1928 ജനുവരി 16 വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യനും കിട്ടൻ റൈറ്ററും ചേർന്ന് കോട്ടയത്ത് നാഗമ്പടം ക്ഷേത്ര തിരുമുറ്റത്ത് വച്ച് ശിവഗിരി തീർത്ഥാടനത്തിനുള്ള അനുവാദം ഗുരുദേവനോട് അഭ്യർത്ഥിക്കുന്നു. അതിനും 2 ദിവസം മുൻപേ തന്നെ മൂലൂർ തൻ്റെ മൂത്ത മകൻ വാസുക്കുട്ടിയുടെ ഭാര്യാപിതാവായ കിട്ടൻ റൈറ്ററുടെ വീട്ടിൽ താമസമുണ്ടായിരുന്നു. മൂലൂരിൻ്റെ അറിവോടെയും ആവശ്യപ്രകാരവുമാണ് ഇരുവരും തീർത്ഥാടന അപേക്ഷ നടത്തിയത്. ഗുരുദേവനെ കാണാനും തീർത്ഥാടന അനുവാദം ചോദിക്കാനും പോയവരുടെ കൂട്ടത്തിൽ മൂലൂരിൻ്റെ മൂത്തപുത്രൻ വാസുക്കുട്ടിയും ഉണ്ടായിരുന്നു. മൂലൂരിൻ്റെ കൃതിയായ ശിവഗിരി തീർത്ഥാടനം എന്ന പുസ്തകത്തിൽ തീർത്ഥയാത്രയുടെ ഉത്ഭവ ചരിത്രത്തെപ്പറ്റിയുള്ള TK കിട്ടൻ അവர்களுടെ ചെറിയ ലേഖനം ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ നൽകുന്നതാണ്. ആ ലേഖനം ഇവിടെ ഉദ്ധരിക്കുന്നു. 1103 മകരമാസം 6-ാം തീയതി വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശമുള്ള മാവിൻ ചുവട്ടിൽ കാറ്റുമേറ്റിരുന്ന് വിശ്രമിക്കുന്നു. കുറേ ആളുകൾ വന്ന് കാണിക്ക വയ്ക്കുന്നു. ചിലർ ദീനവിവരം ബോധിപ്പിക്കുന്നു. അവർക്ക് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ അവർകളെ കൊണ്ട് ഔഷധങ്ങൾ കൽപ്പിച്ച് കുറിപ്പിക്കുന്നു. ഈ അവസരത്തിൽ ഗോവിന്ദൻ വൈദ്യർ അവർകൾ താഴെ കാണും പ്രകാരം ഒരു സംഭാഷണം ആരംഭിച്ചു. വൈദ്യർ: തൃപ്പാദങ്ങൾ കൽപ്പിച്ചനുവദിക്കുന്ന പക്ഷം ഭക്തജനങ്ങൾക്ക് ആണ്ടിലൊരിക്കൽ ശിവഗിരിയിൽ വന്ന് പുണ്യതീർത്ഥ സ്നാനം ചെയ്തും ധർമ്മസ്ഥാപനങ്ങളെ സന്ദർശിച്ചും പോരുന്നതിന് സാധിക്കുമായിരുന്നു. സ്വാമികൾ: അതിലേക്ക് നാം എന്താണ് ചെയ്യേണ്ടത്? വൈദ്യർ: ശിവഗിരി തീർത്ഥയാത്ര എന്ന പേരിൽ ഒരു പ്രസ്ഥാനം കൽപ്പിച്ചനുവദിക്കുന്ന പക്ഷം ഭക്തിയുള്ളവർ ചുരുങ്ങിയ കാലത്തെ ഒരു വ്രതമനുഷ്ഠിച്ചതിൻ്റെ ശേഷം തീർത്ഥയാത്രയായി പുറപ്പെട്ട് ശിവഗിരിയിൽ തൃപ്പാദങ്ങളെയും ധർമ്മസ്ഥാപനങ്ങളെയും കണ്ട് പുണ്യസമ്പാദനം ചെയ്യുമായിരുന്നു. സ്വാമികൾ: ഭക്തന്മാരുണ്ടോ? വൈദ്യർ: വളരെയുണ്ട്, ഇനി ഉണ്ടാകുകയും ചെയ്യും. സ്വാമികൾ: കൊള്ളാം, അങ്ങനെ അനുവദിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ മലയ്ക്ക് പോകുന്ന മാതിരി കെട്ടും ഭാണ്ഡവും അപരിഷ്കൃത വേഷവും പാടില്ല. വൈദ്യർ: ഒരിക്കലുമില്ല. സ്വാമികൾ: എങ്ങനെയാണ് തീർത്ഥയാത്രയുടെ സമ്പ്രദായം? കേൾക്കട്ടെ. വൈദ്യർ: ധനുമാസത്തിൽ 11 ദിവസത്തെ വ്രതമനുഷ്ഠിച്ചതിന് ശേഷം യാത്ര പുറപ്പെടണം. വാഹനങ്ങളിൽ സഞ്ചരിക്കാം. എന്നാൽ കുറഞ്ഞ പക്ഷം ശിവഗിരിയിൽ നിന്നും 1 ദിവസത്തെ വഴി അകലെ വച്ച് വാഹനങ്ങളിൽ നിന്നിറങ്ങി സ്വാമി കീർത്തനങ്ങൾ, സ്വാതന്ത്ര്യഗാഥ, ആത്മോപദേശം മുതലായവ പാടിക്കൊണ്ട് ശിവഗിരിയിൽ കാൽനടയായി വന്നു ചേരുക.
അവിടെ തീർത്ഥങ്ങളിൽ കുളിച്ചും ധർമ്മസ്ഥാപനങ്ങളിൽ ഭജിച്ചും വിശ്രമിച്ച ശേഷം മകരമാസം 1-ാം തീയതി മുതൽ തിരിച്ചു പോരുക. നേർച്ചക്കാഴ്ചകൾ പണമായും കൃഷിസാധനമായും സമർപ്പിക്കാം. സ്വാമികൾ: പണത്തിൻ്റെ കാര്യം എന്തിനു പറയുന്നു? ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നാൽ മതിയല്ലോ. ടി.കെ. കിട്ടൻ: എന്തെങ്കിലും കാണിക്കയിടാതെ ജനങ്ങൾ മടങ്ങുകയില്ല. ചില ആളുകൾ അവരുടെ കൃഷിസാധനങ്ങൾ നേർച്ച നേരുകയും കൊണ്ടുവരികയും ചെയ്യും. അവയെല്ലാം അവിടെ സ്വീകരിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യേണ്ടതുമാണ്. സ്വാമികൾ: കൊള്ളാം. ടി.കെ. കിട്ടൻ: തീർത്ഥയാത്രക്കാരെ തിരിച്ചറിയുന്നതിന് അവരുടെ വസ്ത്രധാരണ രീതിയിൽ വ്യത്യാസമുണ്ടായിരിക്കണം. അടുത്തു നിന്നിരുന്ന ഒരു മാന്യൻ: കാവ്യവസ്ത്രമായാലെന്താ? വേറൊരാൾ: കാവ്യവസ്ത്രം സന്യാസിമാരുടേതാണ്. മൂന്നാമതൊരാൾ: മഞ്ഞ വസ്ത്രമായാലോ? സ്വാമികൾ: കൊള്ളാം. കൃഷ്ണൻ്റെ മുണ്ട്, പീതാംബരം, ഇത് നമുക്ക് പണ്ടേ ഉള്ളതാണ്. വൈദ്യർ: ഈ സമയങ്ങളിൽ തൃപ്പാദ സാന്നിധ്യം ശിവഗിരിയിൽ പ്രത്യേകം ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷയുണ്ട്. സ്വാമികൾ: എന്നും? വൈദ്യർ: അതെ. സ്വാമികൾ ചിരിച്ചുകൊണ്ട്: എന്നും എന്ന് വീണ്ടും ചോദിച്ചു. വൈദ്യർ: അതെ. സ്വാമികൾ: മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അടുത്ത് പുറകിൽ നിന്ന നരസിംഹസ്വാമിയെ തിരിഞ്ഞു നോക്കി രണ്ടുപേരും മന്ദഹസിച്ചതിനു ശേഷം സ്വാമികൾ: കൊള്ളാം. ഇങ്ങനെയെല്ലാം ഉത്സാഹിക്കണം. ജനങ്ങളിൽ ഉണർവും ആത്മബോധവും ഉണ്ടാകും. ഇതിൻ്റെ ശേഷം എല്ലാവർക്കും യാത്ര പറഞ്ഞ് വൈക്കത്തേക്ക് എഴുന്നള്ളുകയും ചെയ്തു. സ്വാമികളുമായി സംഭാഷണം നടത്തിയ ശ്രീ ഗോവിന്ദൻ വൈദ്യർ മൂലൂരിൻ്റെ ശിഷ്യനും ടി.കെ. കിട്ടൻ ബന്ധുവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ താൽപ്പര്യമനുസരിച്ചാണ് അവർ തീർത്ഥയാത്ര നടത്തുന്നതിന് സ്വാമികളുടെ അനുഗ്രഹാനുവാദങ്ങൾ അഭ്യർത്ഥിച്ചത്. 1928 ജനുവരി 19-ാം തീയതി മുതൽ ഈ തീർത്ഥാടന പ്രസ്ഥാനം ആരംഭിച്ചു കൊള്ളാൻ ഗുരുദേവൻ അനുവദിച്ചെങ്കിലും അത് നടപ്പിൽ വരുത്തുവാൻ പിന്നെയും ഏതാനും കൊല്ലങ്ങൾ കഴിയേണ്ടി വന്നു. 1928 സെപ്റ്റംബർ 21 ഗുരുദേവൻ സമാധിയായി. 1931 മൂലൂരും ദിവംഗതനായി. അദ്ദേഹത്തിൻ്റെ തൃതീയ പുത്രൻ പി.കെ. ദിവാകരൻ്റെ ഉത്സാഹത്തിൽ വേറെ 4 പേർ കൂടി ചേർന്ന് ആദ്യത്തെ തീർത്ഥാടക സംഘം 1932 ഡിസംബർ 24 ഇലവുംതിട്ട കേരളവർമ്മ സൗധത്തിൽ നിന്നും പുറപ്പെട്ടു. ഇലവുംതിട്ട നടന്നു വന്ന സന്നദ്ധ സംഘത്തിൻ്റെ ഒരു യോഗം ചന്ദനക്കുന്ന് സ്കൂളിൽ കൂടി. ധർമ്മം പത്രത്തിൻ്റെ ഒരു പഴയ ലക്കത്തിൽ നിന്നും ശിവഗിരി തീർത്ഥയാത്രയ്ക്ക് ഗുരുദേവൻ നൽകിയ അനുമതിയുടെ റിപ്പോർട്ട് വായിച്ചു കേൾപ്പിച്ചു. ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തി പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് 7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ പീതാംബരധാരികളായി വേപ്പുറത്തോട്ട് പി.വി. രാഘവൻ, കമലാലയത്തിൽ കെ.എസ്. ചങ്കുണ്ണി, ഇടയിലെ കിഴക്കേതിൽ എം.കെ. രാഘവൻ, പ്ലാവ് നിൽക്കുന്നതിൽ പി.കെ. കേശവൻ, മൂലൂർ പി.കെ. ദിവാകരൻ എന്നീ 5 പേർ ചേർന്ന് ആദ്യ സംഘം പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ചത്. തീർത്ഥാടകരായി ശിവഗിരിയിലെത്തിച്ചേർന്ന ഈ 5 പേരെ അന്നത്തെ ധർമ്മസംഘം സെക്രട്ടറി സുഗുണാനന്ദ സ്വാമികൾ ആദ്യ തീർത്ഥാടകർ എന്ന സർട്ടിഫിക്കറ്റ് നൽകി സ്വീകരിച്ചു. SNDP യോഗവും ധർമ്മസംഘവും തമ്മിൽ ഗുരുദേവൻ്റെ സമാധിക്ക് ശേഷമുണ്ടായ വ്യവഹാരങ്ങൾ കാരണം ആദ്യ വർഷങ്ങളിൽ തീർത്ഥാടനത്തിൽ സഹകരിക്കുവാൻ അധികം പേർ മുന്നോട്ട് വന്നില്ല. അന്നൊക്കെ അതിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചതും പങ്കെടുത്തതും ഇലവുംതിട്ടക്കാർ മാത്രമായിരുന്നു. അവരുടെ ഉത്സാഹത്തിൽ പല സമ്മേളനങ്ങളും കവിതാ പരീക്ഷകളും പ്രസംഗ മത്സരങ്ങളും അക്ഷരശ്ലോക മത്സരങ്ങളും സമ്മാനദാനങ്ങളും മറ്റും നടന്നിട്ടുണ്ട്.